നമസ്കാരം, ബസീറ ചാനലിലേക്ക് സ്വാഗതം. ഒത്തിരി ചാമ്പയ്ക്ക കൊഴിഞ്ഞു പോകുന്നത് കണ്ടപ്പോഴാണ് ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇന്നത്തെ വീഡിയോ വീട്ടിൽ ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. വീട്ടിലുണ്ടാക്കുന്ന വൈനിന് ഒത്തിരി ആൽക്കഹോൾ കണ്ടൻറ്റ് കാണില്ല, എന്നാലും ഉണ്ട്. റെസിഡ്യൽ ഷുഗറും ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. ഇങ്ങനെ കുലുക്കി വീഴ്ത്തുന്നതാണ് എളുപ്പം. ഒരു ഷീറ്റ് താഴെ വിരിച്ചാൽ മതി. പെട്ടെന്ന് പണി കഴിയും. ഒരു 1.25 കിലോളം കാണും. കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുമ്പോൾ 1 കിലോളൊക്കെ കാണുള്ളൂ. മധുരവും പുളിയും ഉള്ള ചാമ്പയ്ക്കാണ്. ഇലകളും കേട് വന്നതൊക്കെ മാറ്റി 2-3 തവണ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം. വെള്ളം വാന്നു പോയതിന് ശേഷം ഒരു വൃത്തിയുള്ള തുണിയിൽ നിരത്തിയിടുക. ഓരോ ചാമ്പയ്ക്കും ഉണങ്ങിയ തുണി വെച്ച് തുടച്ചു കൊടുക്കുക. ഇനി യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ക്ലീനും ഡ്രൈയുമായിരിക്കണം. എല്ലാ ചാമ്പയ്ക്കയുടെയും കുരുവും കളയണം, ഞെട്ടും തലയും വൃത്തിയാക്കണം. ഇതേപോലെ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ചാമ്പയ്ക്ക, പഞ്ചസാര, നുറുക്ക് ഗോതമ്പ്, ഈസ്റ്റ്, കറുവാപ്പട്ട, ഗ്രാമ്പു. ഭരണി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നേരത്തെ കഴുകി ഉണക്കി വയ്ക്കണം. ഈസ്റ്റ് റെഡിയാക്കി വയ്ക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ചെറുചൂടുവെള്ളം മിക്സാക്കി മാറ്റി വയ്ക്കുക. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലപോലെ പതഞ്ഞു വരും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഈസ്റ്റാണ് ഫെർമെൻറ്റ് ചെയ്യുക. ഒരുക്കി വെച്ച ഭരണിയിലേക്ക് 1 കിലോ പഞ്ചസാരയും 1 കിലോ ചാമ്പയ്ക്കും ഇടവിട്ട് ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കുക. അവസാനത്തെ 1-2 ലെയറിന് മുമ്പായിട്ട് 3 കഷ്ണം കറുവാപ്പട്ട, 10-12 ഗ്രാമ്പു, 2.5 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ്, പിന്നെ ഈസ്റ്റ്. ഇനി അവസാനത്തെ ലെയർ ചാമ്പയ്ക്കും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഇനി തിളപ്പിച്ചാറിയ വെള്ളം ചാമ്പയ്ക്കയുടെ ലെവലിൻ്റെ മേലെ വരെ ഒഴിച്ചു കൊടുക്കുക. ഭരണി അടച്ച് മേലെ നല്ലൊരു തുണി വെച്ച് പ്രാണികളൊന്നും വരാണ്ട് കെട്ടിവെക്കുക. ഡേറ്റ് തുണിയുമ്പോൾ തന്നെ കുറിച്ച് വെച്ചോളൂ. വെളിച്ചുള്ള സ്ഥലത്ത് നിന്ന് മാറ്റിവെക്കുക. അടുത്ത 21 ദിവസം എന്നും തുറന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കുക. ഇത് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം ഇളക്കാൻ മരത്തിൻ്റെ കയ്യിലാണ് നല്ലത്. ഒരു 50-55 പ്രാവശ്യം മിക്സ് ചെയ്യണം. പിന്നെ നേരത്തെ ചെയ്ത പോലെ അടച്ച് കെട്ടിവെക്കുക. ഇത് 4-ാം ദിവസം. ഇത് 6-ാം ദിവസം. ആക്റ്റീവ് ഫെർമെൻറ്റേഷൻ കാണുന്നുണ്ട്. ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വൈൻ അരിച്ചെടുക്കാം. ഫെർമെൻറ്റേഷനൊക്കെ നിന്നിരിക്കുന്നു. അരിക്കാൻ വൃത്തിയുള്ള തുണിയും ഉപയോഗിക്കാം. പിഴിഞ്ഞെടുക്കരുത്. ഈ ലിക്വിഡ് മാത്രമാണ് ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം കളയാം. നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ കുപ്പികളിലേക്ക് പകർത്തി വയ്ക്കാം. സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഒത്തിരി ടൈറ്റാക്കി അടയ്ക്കരുത്. നല്ല പോലെ സെഡിമെൻ്റ് ആയതിനു ശേഷം വേറൊരു കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കാം. പതുക്കെ ചെരിച്ച് ഒത്തിരി ഇളക്കാണ്ട്. അടി ഒന്നും കൂടിയും ക്ലിയർ ആക്കാൻ വയ്ക്കാം. ഒരു 1.25 ലിറ്റർ ക്ലിയർ വൈൻ കിട്ടി. കുറച്ചാഴ്ചയും കൂടിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ കൂടും. സ്ട്രോ കളേർഡാണ്, മധുരവും ഉണ്ട്. നല്ല ടേസ്റ്റി വൈനാണ്. മൈൽഡ് ആൽക്കഹോൾ കണ്ടൻറ് ഉണ്ട്. നുറുക്ക് ഗോതമ്പ് ഒഴിവാക്കിയാൽ ഇതിനേക്കാൾ മൈൽഡാവും. ഇടയ്ക്ക് വല്ലപ്പോഴും കുറച്ച് ട്രൈ ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.